അടുത്തു നിന്നവരോട് നല്ല ഡ്രസ്സ് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ നല്ല ഡ്രസ്സൊക്കെ അണിഞ്ഞു നിൽക്കാൻ, ശാന്തമായി നിൽക്കാണ് മഹാനായ മാടവൻ അബൂബക്കർ മുസ്ലിയാർ നബ്ബറല്ലാഹു മർഖദ. അപ്പോ ആളുകൾ ചോദിച്ചുപോയി, എന്തേ അങ്ങനെ നിൽക്കാൻ കാരണം? അങ്ങെന്തേ എങ്ങനെ ശാന്തമായത്? അപ്പൊ പറഞ്ഞു, ഒരു വലിയ മനുഷ്യൻ വരുന്നു, ഒരു വലിയ മനുഷ്യൻ വരുന്നുണ്ട്. വലിയ മനുഷ്യനെ കാത്തു നിൽക്കുമ്പോ അദ്ദേഹത്തിന്റെ വീട് പിന്നെ ആലുവയിലേക്ക് പോകുന്ന, പെരുമ്പാവൂരിൽ നിന്ന് ആലുവയിലേക്ക് പോകുന്ന ഒരു മനോഹരമായ പാതയാണ്. ആ പാതയുടെ സമീപത്ത് ഒരു അംബാസഡർ കാറിൽ നിന്ന് ഇറങ്ങി വന്നു. കേരള മുസ്ലിം സമൂഹത്തിന്റെ നവോത്ഥാനത്തിന്റെ പേര് പറഞ്ഞു തുടങ്ങിയാൽ അതിലൊന്നാമത് എണ്ണേണ്ടി വരുന്ന ഒരു മഹാനാമധേയമായ മഹാനായ ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി നബ്ബറല്ലാഹു മർഖദ, മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ ഇറങ്ങി വന്നു എന്നുള്ളതിനേക്കാളും ഞാൻ വല്ലാതെ കണ്ടുപോയ ഒരു കാര്യം, ആ തങ്ങളെ ഒരു പിതാവിനെ പോലെ, ഒരു കൊച്ചുകുട്ടി ഒരു പിതാവിന്റെ കയ്യിൽ പിടിച്ചു നടക്കുന്നത് പോലെ 30 വയസ്സുകാരനായ കേരള മുസ്ലിം സമാജത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നാം ഒരു താരകത്തെ തൊടാൻ അത്ഭുതത്തോടെ കൗതുകത്തോടെ ആലോചിക്കുന്നത് പോലെ നാം കാണാനും കേൾക്കാനും ആഗ്രഹിച്ചു ജീവിച്ചു പോയ ഒരു കാലമുണ്ട്. അഭിവന്ദനായ CH. ഞാനതിനെ രാഷ്ട്രീയം കാണുന്നില്ല കൂട്ടരെ. മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ് 30ാമത്തെ വയസ്സിൽ കേരളത്തിന്റെ നിയമസഭാ സ്പീക്കറാകാൻ വേണ്ടി വരാൻ ആരുടെ മുന്നിലാണ് വരുന്നത്? സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ കൈപിടിച്ചു വന്ന് മഹാനായ മാടവൻ അബൂബക്കർ മുസ്ലിയാരുടെ മുമ്പിൽ നിർത്തിയിട്ട് പറഞ്ഞു, സ്പീക്കറാകാൻ പോകാണ്, ദുആ ചെയ്യണം. അതിന് വന്നതാണ്. അതിന് വരുന്നു എന്നറിയുന്ന സെൽഫോൺ ഇല്ലാത്ത കാലത്ത് എല്ലാം കൃത്യമായി നന്നായി ഡ്രസ്സൊക്കെ ചെയ്ത് മഹാനായ മാടവൻ അബൂബക്കർ മുസ്ലിയാർ എന്ന ഈ മഹാനായ വലിയ നിൽക്കാൻ ആർക്കു വേണ്ടിയെന്നോ ഒരു മനുഷ്യൻ വരുന്നുണ്ട്. ആ മനുഷ്യൻ നമ്മുടെ അഭിമാനാണ്, സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി നബ്ബറല്ലാഹു മർഖദ. 2 വല്യപ്പാരെ കുറിച്ച് പറയുമ്പോ ഞാൻ ആലോചിച്ചു പോകാണ്, അങ്ങനെയൊക്കെ കേൾക്കാൻ കഴിയുന്ന സുഹൃതത്തിന് എന്തൊരു വല്ലാത്ത ജീവിത ധന്യതയുണ്ടാവും. അള്ളാഹു ആഫിയത്തും ആരോഗ്യവും ഈ ഉമ്മത്തിന്റെ നേതൃത്വത്തിന്റെ സുഹൃതമായി ഒരുപാട് കാലം നമുക്ക് നേതൃത്വം നൽകാനുള്ള തണലായി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളെ നിലനിർത്തുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, നോക്കൂ നിങ്ങൾ, മാടവൻ അബൂബക്കർ മുസ്ലിയാർ, ആ മഹാനായ മാടവൻ അബൂബക്കർ മുസ്ലിയാരുടെ ജീവിതത്തിൽ നിന്നാണ് മഹാനായ ഉസ്താദ് തന്റെ ജീവിതത്തെ പരുവപ്പെടുത്താൻ ആധ്യാത്മികതയുടെ ആ സുഹൃത വഴി തിരഞ്ഞെടുക്കുന്നത്. അവിടുന്ന് വഫാത്താകുന്നത് വരെ ഉസ്താദ് എവിടെയും പോയിട്ടില്ല. ഹജ്ജിന് പോകാൻ പറഞ്ഞപ്പോഴും പറഞ്ഞു, ഞാൻ മരിച്ചിട്ട് പോയാൽ മതി. അങ്ങനെ മരണാനന്തരമാണ് പിന്നെ നാട് വിട്ടത്. അങ്ങനെയാണ് 70കളിൽ പിന്നെ നമ്മൾ കണ്ട ഇന്നലെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് നവോത്ഥാന വഴികളും സംരംഭങ്ങളും തുറന്നത് മഹാനായ ഉസ്താദ് അല്ലൈനിൽ ചെല്ലുമ്പോൾ അല്ലൈനുമായി ബന്ധപ്പെട്ട അതിലെ പ്രഗത്ഭരായ നേതാക്കൾ, ഞാൻ ഇന്നലെ സൂചിപ്പിച്ചത് വീണ്ടും ഓർത്തുകൊണ്ട് പറയട്ടെ, അഭിവന്ദനായ PA സയ്യിദ് മുദ്ഹാജിയെ പോലെയുള്ള ആളുകൾ കൂടി ചേർന്ന് നടത്തിയ പ്രയത്നങ്ങൾ എന്ന് പറയുന്നത് അത്ഭുതകരമായൊരു നവോത്ഥാന വഴിയാണ് മഹാനായ ഉസ്താദിന്റെ നേതൃത്വത്തിൽ തുടങ്ങിയത്.